കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഈ നിമിഷം വരെയും ഉത്തരമില്ലാതെ തുടരുകയാണ്. 11 ദിവസങ്ങൾക്കിപ്പുറവും എന്താണ് ചെയ്യുന്നതെന്നോ ചെയ്തതെന്നോ വ്യക്തമായ ഉത്തരം കാണാതായ ആ മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ മുഖ്യമന്ത്രിക്കും ഫിഷറീസ് മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. സിസ്റ്റത്തിന്റെ വീഴ്ച ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും വീഴ്ചകൾ കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനും നിസാരവൽക്കരിക്കാനുമാണ് ഭരണകൂടത്തിന്റെ ശ്രമം. അക്കാര്യത്തിൽ പ്രഥമ സ്ഥാനം സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അതിലേറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ഒരു നുണ നമുക്കൊന്ന് കേൾക്കാം. കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. കേട്ടല്ലോ, എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ തെറ്റ്. എന്നാൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞതിന്റെ വസ്തുത കൂടി നാം അറിയണം. കടലിൽ കാണാതാകുന്ന മൃതദേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിയമമുണ്ടെന്നും ആ നിയമം ഞാൻ മാറ്റാൻ പോവുകയാണെന്നുമാണ് ഓഖി ദുരന്തം പരാമർശിച്ചുകൊണ്ട് സതീശൻ പ്രധാനമായും പറയുന്നത്. എന്നാൽ ഓഖി ദുരന്തം ആഞ്ഞടിച്ച സമയത്ത് കേരളത്തിന് നഷ്ടപ്പെട്ടത് 142 മത്സ്യത്തൊഴിലാളികളെയാണ്. അതിൽ കണ്ടെത്താൻ കഴിയാത്ത 33 പേരാണ് ഉണ്ടായിരുന്നത്. അവരുൾപ്പെടെ 142 പേർക്കും ആനുകൂല്യം കൊടുക്കുന്നതിന് 7 വർഷം എന്ന മാനദണ്ഡത്തെ റദ്ദ് ചെയ്തത് LDF സർക്കാരാണ്. അങ്ങനെ 22 ലക്ഷം വീതം മുഴുവൻ തൊഴിലാളികൾക്കും ആനുകൂല്യം കൊടുക്കുകയായിരുന്നു. മാത്രമല്ല, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ഭാര്യയ്ക്ക് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നിവ അന്നത്തെ LDF സർക്കാർ ഉറപ്പുവരുത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും വരെ അവർക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ 13.5 കോടി രൂപ പ്രത്യേക ട്രഷറി അക്കൗണ്ടിൽ 2035 വരെ നിക്ഷേപിക്കുവാനും നടപടി സ്വീകരിച്ചു. അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാക്കുകൾ. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നു, കടലിൽ കാണാതാകുന്ന തൊഴിലാളികളുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊരു നിയമമുണ്ട്. ആ നിയമം ഞാൻ മാറ്റാൻ പോവുകയാണ്. ആദ്യമായി അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ. ബഹുമാന്യനായ മുഖ്യമന്ത്രി, താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വസ്തുതകളായിരിക്കണം പറയേണ്ടത്. ഓഖി സമയത്ത് നഷ്ടപ്പെട്ട ഡെഡ് ബോഡി 102ഓളം പേരുടെ ഡെഡ് ബോഡി കിട്ടി. 33 തൊഴിലാളികളുടെ ഡെഡ് ബോഡി അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 142 പേരാണ് ആകെ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ. അതിൽ 33 പേരുടെയും ആനുകൂല്യം കൊടുക്കുന്നതിന് 7 വർഷം എന്ന മാനദണ്ഡത്തെ റദ്ദ് ചെയ്ത് 22 ലക്ഷം വീതം മുഴുവൻ തൊഴിലാളികൾക്കും കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ വസ്തുതകൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാൻ? അത് മനസ്സിലാക്കാതെ ഞാൻ ആദ്യമായി ഇത് മാറ്റം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് അനുയായികൾ കൈയടിക്കുക. അപ്പൊ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങൊരു കലയാക്കി മാറ്റിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ സ്വഭാവം അങ്ങ് തിരുത്തണം. ഇനി എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതെന്നാണ് സതീശന്റെ മറ്റൊരു അവകാശവാദം. അതിന്റെ മറുപടി മറ്റൊന്നെന്താ അങ്ങ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് തൊഴിലാളികളെ അന്വേഷിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയോ? ഓഖിയുടെ സമയത്ത് വെരി ബിഗിനിങ്, അടുത്ത ദിവസം തന്നെ രാവിലെ തൊട്ട് എയർഫോഴ്സിന്റെ സംവിധാനം, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ നേവി എല്ലാവരും സജീവമായി രംഗത്ത് വന്നു. കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി അത് പറ്റും. കാരണം സംസ്ഥാനത്തിന് നേവിയും എയർഫോഴ്സും ഒന്നും ഇല്ലല്ലോ. കേന്ദ്ര സഹായത്തോടു കൂടി, അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങളന്ന് 100 കണക്കിന് തൊഴിലാളികളുടെ ജീവനാണ് രക്ഷിച്ചത്. എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു ഗവൺമെന്റ്. സെക്യൂരിറ്റി ഏരിയയിലേക്കാണ് എല്ലാ ഹെലികോപ്റ്ററും വന്നത്. 100 കണക്കിന് തൊഴിലാളികളെ സംരക്ഷിക്കുകയും മരിച്ചുപോയ തൊഴിലാളികളുടെ ഡെഡ് ബോഡി തന്നെ വീണ്ടെടുക്കാൻ ഈ എയർഫോഴ്സും നേവിയുമാണ് സുസ്ഥിരമായ പ്രവർത്തനം നടത്തിയത്. അങ്ങനെ കണ്ടെത്തിയ നാടാണ് ഈ കേരളം. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്ന് 9 ദിവസവും 8 ദിവസവും ഒക്കെ കഴിയുമ്പോൾ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ ഭാര്യമാർ കടപ്പുറത്ത് വന്ന് സമരം ചെയ്യേണ്ടി വരിക, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നിൽ വന്ന് സമരം ചെയ്യേണ്ടി വരിക. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ആശ്വാസമാകേണ്ട സർക്കാരും മുഖ്യമന്ത്രിയും കഴിഞ്ഞ സർക്കാരിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനും വീഴ്ചകൾ മറച്ചുവെക്കാനുമാണ് മത്സരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിക്കുന്നതിലൂടെ മാറ്റം ആഗ്രഹിച്ച മനുഷ്യരെ നിങ്ങൾ വഞ്ചിക്കുകയാണ്.